ത്രിയേക ദൈവത്തിന് സ്തുതി. വലിയ നോയമ്പിന്റെ വിശുദ്ധമായ ദിനങ്ങളിലൂടെ വിശ്വാസ സമൂഹമായി നാം സഞ്ചരിക്കുന്ന നാളുകളാകുന്നില്ല. ഈ വലിയ നോയമ്പിന്റെ നാളുകൾ കൂടുതലായി പ്രാർത്ഥിക്കുവാനും കൂടുതലായി തിരുവചനം വായിക്കുവാനും ജീവിതത്തിൽ പുനഃക്രമീകരണങ്ങളിലൂടെ ദൈവത്തോട് അടുക്കുവാനും ആത്മീയ ജീവിതത്തെ കുറച്ചും കൂടെ റിവൈറ്റലൈസ് ചെയ്യുവാനും ശ്രമിക്കുന്ന നാളുകളാകുന്നല്ലോ. വലിയ നോയമ്പിന്റെ 22-ാം ദിനമായ ഇന്നത്തേക്ക് നമുക്ക് ധ്യാനിക്കുവാൻ ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെന്റ് മാർക്ക് ചാപ്റ്റർ 7 വേഴ്സസ് 24 to 30. 29-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: അവൻ അവളോട്, ഈ വാക്ക് നിമിത്തം പോയിക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് സഭ ധ്യാനിക്കുന്ന ചിന്താവിഷയം സകലരെയും വീണ്ടെടുക്കുന്ന യേശുക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ് ഹു റിഡീംസ് ഓൾ. എന്താണ് റിഡംഷൻ എന്ന പദത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്? റിഡംഷൻ എന്ന പദത്തിന് രണ്ട് അർത്ഥങ്ങൾ നൽകുവാനായിട്ട് സാധിക്കും. നമ്മുടെ റിഡംഷൻ ഇസ് ടു ബി ബോട്ട് ബാക്ക്, രണ്ടാമതായ റിഡംഷൻ ഇസ് ടു ബി സെറ്റ് ഫ്രീ. ഒന്ന് തിരികെ വാങ്ങിക്കുന്ന ഒരു അനുഭവം, അതുപോലെ തന്നെ സ്വാതന്ത്ര്യമായി വിട്ട് അയക്കുന്ന ഒരു അനുഭവം. അങ്ങനെയാണ് വേദപുസ്തകപരമായ റിഡംഷൻ എന്ന പദത്തിൽ നമുക്ക് നൽകുവാൻ സാധിക്കുന്ന ഒരു ഡെഫിനേഷൻ പ്രകാരമാണ്: റിഡംഷൻ ഇസ് ടു ബി റിലീസ്ഡ് ഓർ ഡെലിവേർഡ് ത്രൂ ദ പേയ്മെന്റ് ഓഫ് റാൻസം. നമുക്കറിയാം, ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യൻ പാപത്തിന്റെ കാരണം ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയാണ്. പാപത്തിന് പടക്കുഴിയിൽ അവൻ വീഴുകയാണ്. അങ്ങനെ പാപത്തിന്റെ അടിമത്തത്തിൽ കടന്ന മനുഷ്യനെ, മാനവരാശിയെ രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നു. അങ്ങനെ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് അവൻ കടന്നു വരുന്നു. തന്റെ ജീവിതത്തിലൂടെ, തന്റെ പീഡാനുഭവങ്ങളിലൂടെ, മരണത്തിലൂടെ, ഉയർത്തെഴുന്നേൽപ്പിലൂടെ ഒക്കെ അവനിൽ വിശ്വസിക്കുന്ന ഏവനും, ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിയിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ നിത്യജീവന്റെ അനുഭവം, രക്ഷയുടെ അനുഭവം, വീണ്ടെടുപ്പിന്റെ അനുഭവം ഒക്കെ നൽകുന്നതായി നമുക്ക് കാണുവാൻ ഇടയായി തീരും. ഇന്ന് നാം വായിച്ച വേദഭാഗത്തിലേക്ക് നാം വരുമ്പോൾ യേശു കർത്താവ് ഗലീലയിലുള്ള തന്റെ ശുശ്രൂഷയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തുകൊണ്ട് അവൻ സോറിന്റെയും സീദോന്റെയും പ്രദേശത്തിലേക്ക് കടക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സോറിന്റെയും സീദോന്റെയും പ്രദേശങ്ങൾ ജെന്റൈൽ ടെറിട്ടറിയാണ്. യഹൂദന്മാർ ഒരിക്കലും പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരിടമല്ല. പ്രത്യേകിച്ച് യേശുവിനെ സംബന്ധിച്ച് ഒരു യഹൂദ റബി എന്ന നിലയിൽ ഒരിക്കലും അവൻ അവിടെ പോകുവാൻ പാടില്ലാത്തൊരിടമാണ്. കാരണം അത്രമാത്രം എനിമോസിറ്റി നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് അവിടെ താമസിക്കുന്നത്. ജോസഫസ് എന്ന് പറയുന്ന ജൂയിഷ് ഹിസ്റ്റോറിയൻ ഈ ടയർ എന്ന് പറയുന്ന, സോർ എന്ന് പറയുന്ന പ്രദേശത്തെയും അവിടെ ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ച് പ്രകാരമാണ് പറയുന്നത്: ദി ഇൻഹാബിറ്റൻസ് ഓഫ് ടയർ വെയർ ബിറ്റർ എനിമീസ് ഓഫ് ജൂസ്. യഹൂദന്മാരുടെ ബദ്ധശത്രുക്കളാണ് അവിടെ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ജീവിക്കുന്ന ആൾക്കാർ പാർക്കുന്ന പട്ടണത്തിലേക്ക് യേശു കർത്താവ് കടന്നു പോകുകയാണ്. യേശു കർത്താവ് ഈ പട്ടണത്തിലേക്ക് കടന്നു പോകുന്നതിലൂടെ ഒരു വലിയ ചാലഞ്ചാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവ് വരച്ച് നൽകുന്നത്. യഹൂദന്മാർ മാത്രം ദൈവത്തിന്റെ മക്കളാണ് എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു ഹൈലി എക്സ്ക്ലൂസീവ് ക്ലെയിംസ് നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ യേശു കർത്താവ് ഈ ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് ഒക്കെ ഓവർകം ചെയ്തുകൊണ്ട് അവൻ മറ്റ് പ്രദേശങ്ങളിലേക്കും, അവരും ദൈവത്തിന്റെ മക്കളാണ്, അവരും ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ അധികാരമുള്ളവരാണ്, അവരും ദൈവത്തിന്റെ മക്കളാണ് എന്ന് ദൈവം കർത്താവ് തന്റെ ഈ പ്രദേശങ്ങളിലേക്കുള്ള പ്രവേശനത്തിലൂടെ ലോകത്തിന് കാണിച്ചു നൽകുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശു കർത്താവ് ഈ സോറിനെയും സീദോനെയും പ്രദേശത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ ഒരു സീറോ ഫിനീഷ്യൻ സ്ത്രീ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. അവൾ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് തന്റെ മകളുടെ സൗഖ്യത്തിനായി അവൾ അപേക്ഷിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ യേശുവിന് ആ സ്ത്രീയുമായിട്ട് ബന്ധപ്പെടേണ്ട, സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവൾ ഒരു ജെന്റൈൽ വിമൺ ആണ്. അത് മാത്രമല്ല, ഷി വാസ് എ വിമൺ. അവളുടെ മകൾ ഒരു ഡീമൺ പോസസ്ഡ് ആണ്. അപ്പൊ അങ്ങനെ പല രീതിയിലും ഒരു അൺക്ലീൻ ഒരു പേഴ്സൺ ആണ് യേശുവിന്റെ മുൻപാകെ നിൽക്കുന്നത്. അപ്പോൾ ഒരു റബ്ബിക്ക് ഒരിക്കലും അവളോട് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ യേശു കർത്താവിന്റെ മുൻപാകെ അവൾ അവളുടെ മകളുടെ സൗഖ്യത്തിന് ആവശ്യമായി കടന്നു വരുമ്പോൾ യേശു കർത്താവ് അവളോട് വ്യത്യസ്തമായ രീതിയിലാണ് ഇടപെടുന്നത്. അവൾ പ്രാർത്ഥിക്കുമ്പോൾ, അവർ അപേക്ഷിക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടി വന്നവനല്ല, യഹൂദന്മാർക്ക് വേണ്ടി വന്നവനാണ്. അത് മാത്രമല്ല, നായ്ക്കൾക്കല്ല മക്കളുടെ അപ്പം ഇട്ടുകൊടുക്കുന്നത് എന്നൊക്കെയും പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ സംഭവത്തിലൂടെ രണ്ട് പ്രധാനപ്പെട്ട പാഠങ്ങൾ ഈ സ്ത്രീ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി സ്ത്രീ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം, ഷി വാസ് എ വിമൺ ഓഫ് പെർസിസ്റ്റന്റ് പ്രേയർ. മടുത്തുപോകാത്ത പ്രാർത്ഥന ജീവിതം ഉള്ള ഒരു സ്ത്രീ എന്ന നിലയിൽ ഈ സ്ത്രീയെ നമുക്ക് കാണുവാനായിട്ട്, മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യേശു പലതരത്തിൽ അവളെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ പോലും അവൾക്ക് അവളുടെ ജീവിതത്തിന്റെ അവസ്ഥ അറിയാം, അവളുടെ മകൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ അവസ്ഥകൾ അറിയാം. അതുകൊണ്ട് കർത്താവ് എന്ത് പറഞ്ഞാൽ പോലും അവൾക്ക് ഒരു തടസ്സവുമില്ല. കർത്താവ് എങ്ങനെ പ്രതികരിച്ചാൽ പോലും അവൾ കർത്താവിൽ നിന്ന് മാറിപ്പോകുവാൻ ശ്രമിക്കുന്നില്ല. അവൾ വീണ്ടും അത്രയധികം ആഴത്തോട് കർത്താവിനോട് തന്റെ മകളുടെ ആവശ്യം പറയുകയാണ്, തന്റെ ജീവിതത്തിന് ആവശ്യം പറയുകയാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നൽകുന്ന വലിയൊരു പാഠം,
എപ്രകാരമുള്ള പ്രാർത്ഥനാ ജീവിതമാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത്. പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ കുറച്ച് നാളുകൾ പ്രാർത്ഥിച്ച് ഞാനും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം ലഭിക്കാതിരിക്കുമ്പോൾ പ്രാർത്ഥനയിൽ നിന്ന് മടുത്തു പോകുന്നവരാണ്. പ്രാർത്ഥന തന്നെ നിർത്തിപ്പോകുന്നവരാണ്. എന്നാൽ ഈ സ്ത്രീ എന്നോട് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, ഡു വി ഹാവ് എ പെർസിസ്റ്റന്റ് പ്രയർ ലൈഫ്? നിരന്തരമായി മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവരാണോ ഞാനും നിങ്ങളും എന്ന ഒരു ചോദ്യം. രണ്ടാമതായി സ്ത്രീ നമ്മളെ പഠിപ്പിക്കുന്നത്, ഷി വാസ് എ വിമൺ ഓഫ് ഹംബിൾ ഫെയ്ത്ത്. കർത്താവ് പല രീതിയിൽ അവളെ നിരുത്സാഹപ്പെടുത്തുകയാണ്. അവൾക്ക് വേണമെങ്കിൽ കർത്താവ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കർത്താവിൽ നിന്ന് മാറിപ്പോകുവാനുള്ള സാധ്യതയുണ്ട്. ഇനി കർത്താവിനോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്നാൽ പോലും അവൾ പറയുകയാണ്, നായക്കുട്ടികളും അപ്പക്കഷ്ണം അവർക്കും ലഭിക്കേണ്ടേ അല്ലയോ എന്നൊക്കെയും പറഞ്ഞുകൊണ്ട്, നീ എന്നെ എത്രമാത്രം പറഞ്ഞാലും എന്റെ വിശ്വാസം നിന്നിലുള്ളത് ഒരിക്കലും കുറഞ്ഞു പോകുന്നില്ല. അത്രമാത്രം ആഴമായ വിശ്വാസം എനിക്ക് നിന്നിലുണ്ട് എന്ന് ഇതിലൂടെ ആ സ്ത്രീ യേശുവിനോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ വിശ്വാസം എങ്ങനെയുള്ളതാണ്? ആഴമായ വിശ്വാസമുള്ളതാണ്. വിശ്വാസ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, അപ്രതീക്ഷിതമായ അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ വിശ്വാസത്തെ തകർന്നു പോകുന്നവരാണോ അതോ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നവരാണോ? ആഴമായ വിശ്വാസ ജീവിതമുള്ളവരായി ഞാനും നിങ്ങളും മാറേണ്ടവരാണ് എന്ന് ഈ സ്ത്രീ തന്റെ ജീവിതത്തിലൂടെ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ സോറിനെ സീതോന്റെയും പ്രദേശത്തിലേക്ക് കടന്നു പോകുന്നതിലൂടെ ദൈവം തമ്പുരാൻ ലോകത്തോട് പറയുകയാണ്, നോബഡി ഈസ് ടു ഫാർ അവേ ഫ്രോം ഗോഡ്സ് ഗ്രേസ്. ദൈവത്തിന്റെ കൃപയിൽ നിന്ന്, ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ അനുഭവത്തിൽ നിന്ന് ആരും ഒത്തിരി ദൂരം മാറിപ്പോയിട്ടില്ല. ഞാനും നിങ്ങളും ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുകയാണെങ്കിലും, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്ന് ജീവിക്കുകയാണെങ്കിലും, ഞാനും നിങ്ങൾ ദൈവത്തിൽ